നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പരിസ്ഥിതി ദിനമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ലോക പരിസ്ഥിതിയായി മാറുകയാണ്. ഈ ആഴ്ച വോട്ടെണ്ണൽ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതി മാറുകയാണ്. വളരെ സന്തോഷകരമായ വാർത്തയാണത്. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മാനവീയതയ്ക്കും പരസ്പരം മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തിനും ഒക്കെ വലിയ സഹായകരമായ നിലയിലാണ് ഇന്ത്യൻ ജനത വോട്ട് ചെയ്തത്. നന്നായി, വളരെ മനോഹരമായി വോട്ട് ചെയ്ത ഇന്ത്യൻ ജനതയ്ക്ക് ഞങ്ങൾ നാട്ടുവട്ടം അഭിവാദ്യം അർപ്പിക്കുന്നു. നമുക്ക് വാർത്തകളിലേക്ക്. ഇളമ്പള്ളൂർ കന്യാകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഹരി സമാന ആംബ്യൂളുകൾ മോഷണം പോയി. മാനസിക അസ്വസ്ഥതയ്ക്ക് ഉപയോഗിക്കുന്ന ആംബ്യൂളുകളാണ് മോഷണം പോയത്. മാനസിക രോഗമുള്ളവരെയും അമിതവേദന അനുഭവിക്കുന്നവരെയും മയക്കിക്കിടത്താൻ ഉപയോഗിക്കുന്ന ആംബ്യൂളുകളാണ് ഇഞ്ചക്ഷനുകളാണ് മോഷണം പോയത്. ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നാണ് ആംബ്യൂളുകൾ നഷ്ടമായത്. ലഹരിക്ക് അടിമപ്പെട്ടവർ ഈ ആംബ്യൂളുകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇതേ തുടർന്ന് ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ വഴി ഇത്തരം ആംബ്യൂളുകൾ നൽകുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരായ ഇത്തരം ആംബ്യൂളുകളെപ്പറ്റി അറിയാവുന്നവരാണ് മോഷണം നടത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. കൂടാതെ ECG മുറിയിൽ സൂക്ഷിച്ചിരുന്നതും ഫാർമസിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കളഞ്ഞു കിട്ടിയ പേഴ്സിൽ ഉണ്ടായിരുന്നതുമായ കുറച്ച് പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയുടെ സ്റ്റെയർ കേസ് വഴിയാകാം മോഷ്ടാക്കൾ അകത്ത് കടന്നതെന്ന് അനുമാനിക്കും. ആശുപത്രിയെക്കുറിച്ചും ആംബ്യൂളുകൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളവരാണ് മോഷ്ടാക്കൾ എന്ന് പോലീസ് സംശയിക്കുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പരിസ്ഥിതി ദിനം ആഘോഷിച്ച നാട്. ക്ലബ്ബുകളും വായനശാലകളും സ്കൂളുകളും പഞ്ചായത്തും പരിസ്ഥിതി ദിനാചരണം നടത്തി. കിഴക്ക് കേരള പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈ നടീലും പരിസര ദിന പ്രതിജ്ഞ നടന്നു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മായാദേവി, വിജയമ്മ, പ്രദീപ് കുമാർ, ശ്രീരാഗ് മഠത്തിൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ അഹമ്മദ്, വില്ലേജ് ഓഫീസർ അജിത്, ഇഒമാരായ വിനിത, സുമയ്യ, തൊഴിലുറപ്പ് എഞ്ചിനീയർ രമ്യ കൃഷ്ണൻ, ഓവർസിയർ ഫെബി നിസാർ ബോസ് എന്നിവർ സംസാരിച്ചു. ചെറുമൂട് ഗ്രന്ഥകേരളി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനവും നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസന്ന പിള്ള, വനിതാവേദി പ്രസിഡന്റ് ഗിരിജ സുരേഷ്, സുശീല മദനൻ എന്നിവർ സംസാരിച്ചു. G തുളസീധരൻപിള്ള പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലൈബ്രറി പരിസരം വൃത്തിയാക്കി വൃക്ഷത്തൈകൾ നട്ടു. ചെറുമൂട് നവധാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം P ജഗന്നാഥൻ ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി B ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് C ശിവശങ്കരപിള്ള, ജോയിന്റ് സെക്രട്ടറി രാഹുൽ R ഉണ്ണിത്താൻ, വനിതാവേദി പ്രസിഡന്റ് മേരി വത്സല, കൺവീനർ G രാധാമണി, ജോയിന്റ് സെക്രട്ടറി അജിതകുമാരി, ലൈബ്രറിയൻ C വിജയലക്ഷ്മി അമ്മ എന്നിവർ പങ്കെടുത്തു. കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. സെമിനാർ പെരിനാട് പഞ്ചായത്ത് കൃഷി ഓഫീസർ G അഞ്ജന ഉദ്ഘാടനം ചെയ്തു. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജോകുമാർ വൃക്ഷത്തൈ കൈമാറി. ലൈബ്രറി കമ്മിറ്റി അംഗം B സുരേഷ് വൃക്ഷത്തൈ ഏറ്റുവാങ്ങി. ലൈബ്രറി പ്രസിഡന്റ് C സന്തോഷ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പ്രസന്നകുമാർ, അഡ്വക്കേറ്റ് വിനോദ്, ലൈബ്രറി സെക്രട്ടറി B വിനോദ് കുമാർ, വനിതാവേദി സെക്രട്ടറി സുമ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഗ്രന്ഥശാലയും പരിസരവും ശുചീകരിച്ചു. കാവ്യാലാപനം, പ്രസംഗം, പ്രശ്നോത്തരി എന്നിവ നടത്തി. പരിസ്ഥിതി ദിന സെമിനാർ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കൊറ്റങ്കര പഞ്ചായത്ത് അംഗം ഷേർലി സത്യദേവൻ, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, സെക്രട്ടറി N പ്രഭാകരൻപിള്ള, S
സമന്തഭദ്രൻ എന്നിവർ സംസാരിച്ചു. പുനക്കുന്നൂർ ദേശസേവിനി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ലൈബ്രറി സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു, സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി ജി ശ്രീധരൻപിള്ള, സി ശശികുമാർ, ബി പ്രണാം, ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. പേരയം പഞ്ചായത്ത് കൃഷിഭവൻ, MGL, REGS എന്നിവയുടെ നേതൃത്വത്തിൽ പേരയം പഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങൾ വൃക്ഷത്തൈകൾ നട്ടു. കുമ്പളം സെന്റ് മൈക്കിൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മാർഗരറ്റ് ഗേൾസ് ഹൈസ്കൂൾ, മുളവന ESI ഡിസ്പെൻസറി എന്നിവിടങ്ങൾ വൃക്ഷത്തൈകൾ നട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. പേരയം കൃഷിഭവനത്തിന് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ അലക്സ്, വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോൾ, വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ലതാ ബിജു, പഞ്ചായത്തംഗങ്ങളായ ആലീസ്, ഷാജി, വിനോദ് പാപ്പച്ചൻ, വൈ ചെറുപുഷ്പം, ബി സുരേഷ്, കാർഷിക വികസന സമിതി അംഗങ്ങളായ M കുഞ്ഞികൃഷ്ണപിള്ള, മുളവന അലക്സാണ്ടർ, കൃഷി ഓഫീസർ ടെസി റേച്ചൽ ജോൺസൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ വത്സ ഗോഡ്വിൻ, ഓവർസിയർ ബിന്നി മറിയം, പ്രിൻസിപ്പൽ സാലറ്റ് റോയ് ഹോളിസ്റ്റിക്ക എന്നിവർ പങ്കെടുത്തു. കാര്യവേലി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കനകദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ബിനു കെ തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷജി M പണിക്കർ, ശോഭന ശശിധരൻ, ശശാങ്കൻ, ജോജി I പണിക്കർ, സണ്ണി, ഷിബു, ലൈബ്രറിയൻ അനില എന്നിവർ നേതൃത്വം നൽകി. കരിയർ ഗൈഡൻസും പ്രതിഭാസംഗമവും നടത്തി. ചെറുമൂട് ഗ്രന്ഥകേരളി ലൈബ്രറിയും റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ ദിശ പ്രതിഭാസംഗമവും കരിയർ ഗൈഡൻസും PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N ഷൺമുഖദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ P ജഗന്നാഥൻ, V ജോൺകുമാർ, സെക്രട്ടറി B മോഹനചന്ദ്രൻപിള്ള, പ്രസന്ന പിള്ള, TS വർഗീസ്, T യേശുദാസൻ, ഗിരിജ സുരേഷ്, G തുളസീധരൻപിള്ള, G ഉണ്ണികൃഷ്ണപിള്ള, രമ മോഹൻ, സുശീല മദനൻ, കാർത്തിക് കൃഷ്ണ, കാതറിൻ മറിയ, ലത, D രേണുക എന്നിവർ സംസാരിച്ചു. മുഴുവൻ കലാകാരന്മാരാണ്. അപ്പോൾ തുളസീധരന്റെ സിനിമ കാണുമ്പോൾ ഗ്രന്ഥവേദിയിൽ ഒരുപാട് അംഗങ്ങളെ മുഴുവൻ വിവിധ സിനിമകളിൽ കൂടി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ദിശ എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന ദിശ കരിയർ അവയർനെസ് പ്രോഗ്രാമാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ കൂടി പരിപാടിയാണ്. അപ്പൊ ആ പരിപാടികൾക്കെല്ലാം എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് പൂർണ്ണമായി പ്രസംഗം മറ്റൊരു ദിവസം വിദ്യാഭ്യാസ സമിതി ചെയർമാൻ E അർജുനൻ പിള്ള നിർവഹിച്ചു. വിശിഷ്ടാതിഥി ആശ്രാമം സന്തോഷ് വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകി. SRG കൺവീനർമാരായ സ്മിത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അവധിക്കാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ P സജി, KN ശാന്തിനി, ഈ പ്രൈമറി അധ്യാപകരായ ബിന്ദു, രാജിരാജ് എന്നിവരെ അനുമോദിച്ചു. B ബിന്ദു, TA വൈസ് പ്രസിഡന്റ് അഭിലാഷ്, MPTA പ്രസിഡന്റ് വൃന്ദ എന്നിവർ സംസാരിച്ചു. മുളവന മമതാനഗർ റെസിഡൻസ് അസോസിയേഷൻ പഠനോപകരണ വിതരണം നടത്തി. പ്രസിഡന്റ് സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രമേശ്, ട്രഷറർ ഷാജി, കവിരാജൻ, ഗിരീഷ്, സജീവ്, ഗംഗപ്രസാദ്, ബിന്ദു, വിലാസിനിയമ്മ, അജി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷിക്കാം. പെരുമ്പുഴ ഗ്രാമോത്ഥാന സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുന്നു. ബാങ്കിലെ A ക്ലാസ് അംഗങ്ങളുടെ കുട്ടികൾക്കാണ് അവാർഡ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 നാട്ടുവട്ട വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ലൈല ക്രിയേഷൻസിന്റെ 6 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ആ സിനിമകൾ നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവസാനമായി ഞങ്ങൾ റിലീസ് ചെയ്ത സിനിമയാണ് സമയം. ഞങ്ങളുടെ ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അത് നിങ്ങൾ കാണണം. തൊട്ടു മുൻപുള്ള കൂട്ട് അത് നമ്മുടെ ഓരോ വീടകങ്ങളിലും സംഭവിക്കുന്നതാണ്. അതിന് തൊട്ടുപിന്നിലായിരിക്കുന്ന നമ്മുടെ നാളെ എന്ന സിനിമയിൽ നമ്മുടെ സമകാലിക ജീവിത കുടുംബ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സമൂഹത്തിൽ സാധാരണക്കാർ അനുഭവപ്പെടുന്ന വിവേചനം നമ്മൾ വരച്ചു കാട്ടുന്ന സിനിമയും ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്.
ആദ്യമായി ആരാണ് ആരും നിങ്ങൾ കാണണം, മുഖവും നിങ്ങൾ കാണണം, എല്ലാ സിനിമകളും നിങ്ങൾ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.